ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ ബീറ്റയുടെ കുഞ്ഞുങ്ങളെ വിരിച്ചെടുത്ത ടാങ്കിൽ നമ്മൾ ഫീഡ് കൊടുക്കുന്നതാണ്. ഇതെല്ലാത്തിലും നമ്മുടെ ബീറ്റാസിൻ്റെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇത് രാവിലെയാണ്, അതുകൊണ്ടാണ് വെളിച്ചമില്ലാത്തത്. നമ്മൾ ലൈറ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് പൊട്ട് പോലെ കിടക്കുന്നത് എല്ലാം ബീറ്റാസിൻ്റെ കുഞ്ഞുങ്ങളാണ്. നമുക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫുസോറിയം, മൊയ്ന, മൈക്രോവേവ് അങ്ങനത്തെ ചെറിയ ഫീഡുകളാണ് നമ്മൾ ഇവയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ മൊയ്നയ്ക്കാണെങ്കിൽ ഇവയ്ക്ക് ഹണ്ട് ചെയ്ത് തിന്നാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അത് കഴിച്ചോളും. അല്ലെങ്കിൽ ഇൻഫുസോറിയം നമ്മൾ കൊടുക്കും. ഈ വാട്ടർ കുറച്ച് ക്ലൗഡി ആയിട്ടാണ് കിടക്കുന്നത്, അപ്പോൾ അതിനകത്ത് തന്നെ കുറേ ഇൻഫുസോറിയം അങ്ങനത്തെ ഫീഡുകളും അവയ്ക്ക് കിട്ടിക്കോളും. അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ ബീറ്റേൻ്റെ കുഞ്ഞുങ്ങളെല്ലാത്തിനും നമ്മൾ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ അവയ്ക്ക് എളുപ്പമാണ് വളരാനായിട്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് മൊസ്കിറ്റോ ലാർവ ഉണ്ട്. അപ്പോൾ മൊസ്കിറ്റോ ലാർവ നമ്മൾ അതിൽ നിന്ന് പിടിച്ച് വലിയ ഫിഷിൻ്റെ അടുത്തേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ വലിയ ഫിഷിനാണെങ്കിൽ ഒരു പ്രശ്നമുള്ളത് ഫീഡ് കഴിക്കില്ല. കുഞ്ഞുങ്ങൾ വലുതായി വരുന്നവരെ അധികം ഫീഡൊന്നും കഴിക്കില്ല. നമ്മളതിന് ഫീഡ് ചെയ്യാറുണ്ട്, പക്ഷേ അധികം കഴിക്കാറില്ല ഫുഡ്. അപ്പോൾ അങ്ങനത്തെ ഫിഷ് ടൈപ്പാണ് നമ്മുടെ ബീറ്റാസ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതിനകത്ത് നമുക്ക് എല്ലാത്തിലും പലതരത്തിലുള്ള ഫിഷുകളുണ്ട്. നമ്മൾ ഈ ഗ്ലാസ്സുകളിൽ വെച്ചേക്കുന്ന എല്ലാം കുഞ്ഞുങ്ങൾ വലുതായി വന്ന നമ്മുടെ ബീറ്റാസാണ്. മെയിലും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടേക്കുന്നതാണ്. ഫീമെയിലിനെ എല്ലാവരെയും നമ്മൾ ഒരുമിച്ചാണ് ഇട്ടേക്കുന്നത്. നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു 500ഓളം ബീറ്റാസ് ഉണ്ടായിരുന്നു ഈ സമയത്ത്. അവർക്ക് എല്ലാത്തിനും നമ്മൾ ഫീഡ് കൊടുക്കണം. ഇത് നല്ല ഡംബോയർ റോ സ്റ്റൈലായിരുന്നു. അപ്പോൾ ഇവയ്ക്ക് എല്ലാത്തിലും നമ്മൾ ഓരോ പ്ലാന്റ് വിട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ഫ്രോസൺ അർട്ടിമിയാണ് ഈ വലിയ ഫിഷിന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെയും വൈകിട്ട് നമ്മൾ ഫീഡായിട്ട് കൊടുക്കും. 2 നേരം 2 ടൈപ്പ് ഫീഡാണ് കൊടുക്കുക. രാവിലെ അർട്ടിമിയ കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം നമ്മൾ ചിലപ്പോൾ പെല്ലറ്റ് അല്ലെങ്കിൽ മൊസ്കിറ്റോ ലാർവ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വേറെ ഫീഡായിട്ട് കൊടുക്കും. ബീറ്റ പെല്ലറ്റ്സോ എന്തെങ്കിലും നമ്മൾ കൊടുക്കും. അപ്പോൾ ഇതൊരു ചെറിയ പണിയാണ്. എല്ലാവർക്കും ഫീഡ് കൊടുക്കുക എന്നുള്ളത് ഒരു ഇത്തിരി നേരം പിടിച്ച ഒരു പണിയാണ്. കാരണം ഇതിനകത്ത് എല്ലാത്തിനും കൊടുത്തു വരുമ്പോൾ കുറച്ച് നേരമാകും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ എഴുന്നേറ്റ് ഇവയ്ക്ക് ഫീഡെല്ലാം കൊടുക്കുന്നത്. പക്ഷേ ഇത് വളരെ നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ വാട്ടർ കണ്ടാലറിയാം, ഇതൊരു ചെറിയ കളറിലുള്ളൊരു വാട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ്. നമ്മൾ ഈ മീനിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബദാം ലീഫിൻ്റെ എക്സ്ട്രാക്റ്റ് ഉള്ള വാട്ടറിലാണ് ബീറ്റ ഫിഷിനെ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ചാടിയൊന്നും പോവില്ല. നമ്മൾ വലിയ കപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് 300 ml ഉള്ള കപ്പാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അത് മതി ഇപ്പോൾ ഞങ്ങൾക്ക് വലുതായി വരാനായിട്ട്. ഫീഡ് കറക്റ്റായിട്ട് കൊടുക്കുക എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവ ചാടിയൊന്നും പോവില്ല. അപ്പോൾ ഇതിനകത്ത് തന്നെ സേഫായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതിനകത്ത് എല്ലാവർക്കും നമ്മൾ ഫീഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ദിവസത്തെ പണിയുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീഡ് കൊടുത്ത് വരണമെങ്കിൽ നമ്മളിതെല്ലാം സെയിലിന് റെഡിയായി വെച്ചേക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഓൾറെഡി കുറേ എണ്ണം സെയിലായിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും പോവും. അപ്പോൾ കുറച്ച് നാളും കൂടി അതിന് വെയിറ്റ് ചെയ്യാനുള്ളൂ. പിന്നെ ഈ മെയിലുകൾ എല്ലാം നല്ല ഫിൻസ് ഉള്ളതാണ്. നമ്മൾ അതിനെല്ലാം മാറ്റി സെപ്പറേറ്റ് ആക്കിയാണ് തിരിച്ചേക്കുന്നത്. ചില ടൈമിൽ നമുക്ക് ബ്രീഡ് ചെയ്ത് വരുമ്പോൾ ചില സൈഡിൽ ഇയേഴ്സ് അത്രയ്ക്ക് വലുപ്പം വരില്ല, ഡംബോ ഇയറായിട്ട് വരില്ല. അപ്പോൾ അത് ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മളത് അങ്ങനെയുള്ളതിനെല്ലാം മാറ്റിയിടും. സെക്കൻഡ് ക്വാളിറ്റി ആയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഈ ഇതിനകത്ത് നമുക്ക് ഡംബോയർ മാത്രമല്ല, നമ്മുടെ മെജസ്റ്റിക്, കാൻഡി അതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നമ്മൾ ഇതിനകത്ത് ഒരേ ഏജ് ആകുമ്പോൾ നമ്മളെല്ലാത്തിനെയും എടുത്തു വയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വീണ്ടും ബീറ്റാസിൻ്റെ ഫ്രൈസ് കുറച്ചും കൂടി വലുതായതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം, അത്യാവശ്യം നല്ല വലുപ്പമായിട്ടുണ്ട് ഇതിനകത്ത് ബീറ്റാസിൻ്റെ ഫ്രൈസ്. അപ്പോൾ ഇത് നല്ല ആക്റ്റീവാണ്. അപ്പോൾ നമുക്ക് അതിനും ഫീഡ് കൊടുക്കണം. പിന്നെ ഉള്ളത് നമ്മുടെ ഇതിനകത്ത് നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടേക്കുന്നതാണ്. നമ്മൾ ചട്ടിയിൽ ബ്രീഡ് ചെയ്യാറുണ്ട് ചില സമയത്ത്, ചെടിച്ചട്ടിയിൽ. പിന്നെ നമ്മുടെ ഫിഷ് ഇതിനകത്ത് നമ്മുടെ 7 കളറാണ്. 7 കളർ ഗപ്പീസ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ള കുറേ ബീറ്റാസ് ഇവിടെ തന്നെയുണ്ട്. ഇതിനകത്ത് നമ്മൾ ആദ്യം കുറച്ച് കുപ്പിയൊക്കെ മുറിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതും ചെയ്ത് നമുക്ക് കിട്ടുന്ന അവൈലബിലിറ്റി പോലെയാണ് നമ്മൾ വെച്ചിരുന്നത്. മാറ്റന്മാരെ ഇതിനകത്തുണ്ട്. പിന്നെ ഇവയ്ക്ക് എല്ലാത്തിനും നമ്മൾ ഫീഡ് കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതിനകത്ത് നല്ല ക്വാളിറ്റി ബീറ്റാസാണ് നമ്മൾക്ക് കിട്ടിയേക്കുന്നത്. നമ്മളെപ്പോഴും നാച്ചുറൽ ആയിട്ട് തന്നെ ബ്രീഡ് ചെയ്യാനാണ് ശ്രമിക്കാറ്. അങ്ങനത്തെ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും നല്ല ക്വാളിറ്റിയിലുള്ള ബീറ്റാസിനെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാ ബീറ്റാസും നല്ല സക്സസ് ആയിട്ട് വരാനും നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, താങ്ക് യു.